നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്ദേട്ടാ, ഏട്ടത്തി, ഒന്ന് വേഗം വാ. അർച്ചനേട്ടത്തി, ഓടി വാ. നന്ദേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഒന്നും ശാന്തമായിട്ടില്ല. ഉള്ളിലെ തീക്കനൽ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ ആഗ്രഹം അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന്. അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നമ്മളെയാണ് അച്ഛൻ ചുമതലപ്പെടുത്തിയത്. എന്താണ് പോവാത്തതെന്ന് അച്ഛൻ ചോദിച്ചാൽ അതിന് നമ്മൾ എന്ത് മറുപടി പറയും? നന്ദേട്ടൻ ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ അറിഞ്ഞ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതുറപ്പാ. അച്ഛൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഓർക്കുമ്പോഴാ എനിക്ക് പേടി. പുറമെ ഇങ്ങനെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊന്നും താങ്ങാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. നമ്മളിപ്പോ ആരുടെ പക്ഷത്ത് നിൽക്കും? അവന്തികേട്ടത്തി നന്ദേട്ടനോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരിക്കലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് അച്ഛൻ പടുത്തുയർത്തിയ ഒരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താനും പറ്റില്ല. നന്ദേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്ന ആളല്ല. അത് ഓർക്കുമ്പോഴാ എനിക്കൊരു ടെൻഷൻ. ഒരു കാര്യം ഉറപ്പാ സച്ചേട്ടാ, അധികകാലം ഇത് മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുറച്ചുകാലം ആരും അറിയാതെ പൊതിഞ്ഞു പിടിക്കാം. ഒരു ദിവസം അവർക്കിടയിലെ ഈ പ്രശ്നം പുറത്തേക്ക് വരും. ഈ നെല്ലിശ്ശേരി വീട്ടിൽ അതൊരു ബോംബ് പോലെ വന്ന് വീണ് പൊട്ടിത്തെറിക്കും. അതിൽ തകരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം. നന്ദേട്ടന്റെ ഇന്നത്തെ സംസാരവും പെരുമാറ്റവും വെച്ച് നോക്കുമ്പോ ആ തകർച്ചയ്ക്ക് ഇനി അധിക സമയം ഉണ്ടാവില്ല. എന്താ നിന്റെ തീരുമാനം? നന്ദൻ നിന്നെ ഡിവോഴ്സ് ചെയ്താ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരും. അതിന് നീ തയ്യാറാണോ? എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ? നിനക്കല്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് മറ്റാരെക്കാളും നിനക്കല്ലേ അറിയാവുന്നത്? നീ പറയ്, ഞാൻ എന്ത് ചെയ്യണം? നന്ദൻ ഇക്കാര്യം ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് നീ ഒരു തീരുമാനത്തിലെത്തണം. തീരുമാനമൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ നിമിഷം ഞാൻ അയാൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പോവാ ഞാൻ ആരാണെന്ന്. എന്താ നിന്റെ ഐഡിയ? സംഗതി അല്പം ക്ലീശയാണ്. ഒരുപാട് തവണ ഉപയോഗിച്ച് പഴകിയതുവാ. എന്നാലും അതിനൊരു സ്റ്റൈലുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ പ്ലാൻ വർക്കൗട്ട് ആവും. അയാളെ എന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇത് തന്നെ ധാരാളം. നന്ദേട്ടാ, നന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും അർച്ചനയോട് ചിലത് പറയാനുണ്ട്. എല്ലാം അർച്ചനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാ. എന്നാലും മറ്റു ചിലത് കൂടി ഞാൻ തുറന്നു പറഞ്ഞേ പറ്റൂ. എല്ലാം കേട്ട് കഴിയുമ്പോൾ അർച്ചന എൻ്റെ കൂടെ നിൽക്കണം. ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദേട്ടന്റെ കൂടെ നിന്നിട്ടുണ്ടല്ലോ. അത് നന്ദേട്ടന് അറിയാവുന്നതുമല്ലേ. പക്ഷേ ഇത് കുടുംബമാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം നന്ദേട്ട. അവനവൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം എന്നൊരു ചൊല്ലുണ്ട്. എന്റെ ജീവിതം ഇപ്പം ഏതാണ്ട് അതുപോലെ. ഞാൻ അനുഭവിച്ചത് മറക്കാൻ എനിക്കെങ്ങനെ പറ്റും? നന്ദേട്ടന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അച്ഛന്റെ കാര്യം അറിയാലോ നന്ദേട്ടന്.
ഞാനൊരു മനുഷ്യനല്ലേ അർച്ചനെ, അല്ലാതെ കല്ലും മരമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും മറക്കാൻ അർച്ചന എന്നോട് പറയരുത്. നന്ദേട്ടന് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ആ ഡോക്ടറെ കാണുന്ന കാര്യം. അർച്ചന, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് അർച്ചനയോട് പറയാനുണ്ട്. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതെല്ലാം ഞാൻ അർച്ചനയോട് വിശദമായിട്ട് പറയാം. ആ നന്ദ, നിങ്ങൾ എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്? ഇന്ന് തന്നെ പോകുന്നുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ആ, ഇനി എന്തിനാ താമസിപ്പിക്കുന്നത്? സച്ചി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അച്ഛാ, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദ്യം അതിനൊരു തീരുമാനമാവട്ടെ. എന്താ നിന്റെ പ്രശ്നം? അത് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. നന്ദ, ജീവിതത്തിൽ നമുക്ക് അപൂർവമായി ചില അവസരങ്ങൾ കിട്ടും. അത് പാഴാക്കി കളയാൻ പാടില്ല. ഡോക്ടർ ഇഷാനിയുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യം സച്ചി അർച്ചനയെ ആദ്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ആ ട്രീറ്റ്മെന്റിന് റിസൾട്ട് ഉണ്ടാകാറായപ്പോഴാണ് അവരെന്നോട് ഈ കാര്യം പറഞ്ഞത്. അത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ആ ഡോക്ടറെ തന്നെ കാണാൻ ഞാൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ കൺസേൺ എന്താണെന്നും എനിക്കറിയാം. പക്ഷേ അതിനെല്ലാം എനിക്ക് കുറച്ചുകൂടി സമയം വേണം. നിനക്ക് എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? നിനക്കും അവന്തിക്കും പ്രായം കൂടിക്കൂടി വരികയാ. ഇനിയെങ്കിലും വേണ്ട ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അത് ഓർമ്മ വേണം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഡോക്ടറെ കാണുന്ന കാര്യം പിന്നീട് ആലോചിക്കാം. എന്താ ഈ കാണിച്ചു? വണ്ടി എടുക്ക്, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.